നമസ്കാരം. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരായ 8 ഇന്ത്യക്കാരുടെ മോചനമാണ് ഇന്ന് രാവിലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ 8 പേരിൽ 7 പേരെയും നാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. 8 പേരെയും ഖത്തർ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇന്ത്യൻ സൈനികനായ അഭിനന്ദൻ വർദ്ധമാൻ പാക് സൈന്യത്തിൻ്റെ പിടിയിലകപ്പെടുകയും മണിക്കൂറുകൾക്കുള്ളിൽ അഭിനന്ദൻ വർദ്ധമാനെ യാതൊരുവിധ പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്ത ഒരു വാർത്ത ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതായത്, ഒരു ഇന്ത്യൻ സൈനികൻ പാക് പട്ടാളത്തിൻ്റെ കയ്യിൽപ്പെട്ടാൽ പിന്നീട് എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അഭിനന്ദൻ വർദ്ധമാൻ്റെ കാര്യത്തിൽ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആ സൈനികനെ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. തീർച്ചയായും അസാധാരണമായ പല നടപടിക്രമങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. വെറുതെ ഒരു സൈനികനെ പാകിസ്ഥാൻ ഇത്ര എളുപ്പത്തിൽ ഇന്ത്യക്ക് കൈമാറുകയൊന്നുമില്ല. അഭിനന്ദൻ വർദ്ധമാന് എന്തെങ്കിലും പറ്റിയാൽ തീർച്ചയായും ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യയിൽ നിന്നും തുരുതുരെ മിസൈലുകൾ പായുമെന്നും ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും പാകിസ്ഥാനെ വളഞ്ഞു വച്ചിരിക്കുകയാണ് എന്നും ഇസ്ലാമാബാദിന് കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യക്ക് കൈമാറാൻ അവർ തയ്യാറായത്. ഈ പറയുന്ന സംഭവത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ 8 മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരായ ഇന്ത്യക്കാർ അവരെ 2022 ഖത്തർ അധികൃതർ പിടികൂടുന്നത്, അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യം എന്ന് പറയുന്നത് ചാരപ്രവൃത്തിയാണ്. ഖത്തറിൽ വധശിക്ഷയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യമാണ് ചാരപ്രവൃത്തി എന്ന് പറയുന്നത്. ചാരപ്രവൃത്തി തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വധശിക്ഷ ഖത്തറിൽ ഉറപ്പാണ്. എന്താണ് കുറ്റമെന്ന് കൃത്യമായി ഇതുവരെയും ഖത്തർ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഖത്തറിലെ ഏതോ ഒരു അന്തർവാഹിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവർ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചു എന്നാണ് ഇവർക്ക് മേൽ ആരോപിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടി ഇവർ ചാരപ്രവൃത്തി നടത്തി എന്നും ആരോപണമുണ്ട്. പക്ഷേ ഈ ഇന്ത്യൻ മുൻ സൈനികരൊക്കെ ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് ഈ ഖത്തറിലുള്ളതെന്നും ചാരപ്രവൃത്തി എന്ന് പറയുന്നത് വെറുതെ ഒരു ആരോപണമാണ് എന്നും ഇന്ത്യ വാദിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഈ നാവികരെ വിട്ടുകിട്ടാനായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ 2020 ഖത്തറിലെ ഒരു കോടതി ഈ 8 മുൻ നാവികസേനാ അംഗങ്ങൾക്കും വധശിക്ഷ വിധിക്കുകയായിരുന്നു. അതോടുകൂടി തന്നെ വളരെ ഗൗരവകരമായ ചില നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യ തിരിയുകയായിരുന്നു എന്ന് തന്നെ പറയണം. ഏറ്റവും ഒടുവിലായി ദിവസങ്ങൾ നീണ്ട നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം ഖത്തർ കോടതി ഇവരെ വധശിക്ഷയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കുന്നു. ഇവർക്ക് ജയിൽ ശിക്ഷ മാത്രമാക്കി ചുരുക്കുന്നു. വീണ്ടും ഇന്ത്യ നയതന്ത്ര തലത്തിൽ വളരെ ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് നടത്തിയത്. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോപ്പ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഖത്തറിലെത്തിയ സമയത്ത് ഖത്തർ അമീറുമായി നേരിട്ട് ചർച്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഖത്തറിലെ ഒരു കോടതി ഈ 8 നാവികരെയും കുറ്റവിമുക്തരാക്കുകയും അതിൽ 7 പേരെയും നാട്ടിലെത്തിക്കുകയും ശേഷിക്കുന്നയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായും ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും ഖത്തർ കോടതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷ ഒഴിവാക്കിയതും പിന്നീട് കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചതും. എങ്കിലും ഇവിടെ നയതന്ത്ര ഇടപെടലുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ 8 മുൻ ഇന്ത്യൻ നാവികരെയും വളരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, അവരുടെ ഭരണ നേട്ടങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട പൊൻതൂവൽ കൂടിയാണ്. ലോകത്തെവിടെയും ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരായിരിക്കും എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സന്ദേശം. അത്രമാത്രം നയതന്ത്ര ഇടപെടലുകൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും നടത്താൻ ഇപ്പോൾ ഈ രാജ്യത്തിന് കഴിവുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ വാർത്ത നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.